ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പലർക്കും ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇത്ര എവിടെ നിന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ആദ്യമായിട്ട് നിങ്ങളോട് അറിയിക്കുവാനുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് നടത്തിയ ടീച്ചിങ് നോൺ ടീച്ചിങ്, അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ടയർ 1 എക്സാം നടന്നിരുന്നു. അതിന്റെ റിസൾട്ട് 31/1/2025 ഡിക്ലെയർ ചെയ്തിരുന്നു. നമ്മളിവിടെ നിന്ന് ഒത്തിരി പേര് അതിൽ പല സബ്ജക്റ്റുകളിലായിട്ട് നോൺ ടീച്ചിങ്ങിലും ലൈബ്രറിയിലും ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് ടയർ 1 പാസ്സായിട്ടുണ്ട്. അതിന്റെ ടയർ 2 എക്സാമിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് EMRS അല്ലെങ്കിൽ NEST എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റുകൾ ഇങ്ങനെയാണ്: ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ 22/3/2026 ഫോർനൂണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ 22/3 തന്നെയാണ് ആഫ്റ്റർനൂൺ ആണ്, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 23-ാം തീയതി ഫോർനൂണ്, പ്രിൻസിപ്പൽ 23-ാം തീയതി, അക്കൗണ്ടന്റ് 23-ാം തീയതി, ഹോസ്റ്റൽ വാർഡൻ, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ് ഇവയൊക്കെ 24, 25 തീയതികളിലായിട്ടാണ്. ഇതിന്റെ ഡേറ്റാസ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് EMRSന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇംഗ്ലീഷുകാരെ എല്ലാം ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഗ്രൂപ്പ് തന്നിട്ടില്ല, വാട്സാപ്പ് ഗ്രൂപ്പ് തന്നിട്ടില്ല, എന്നുടൻ തന്നെ തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ടയർ 2ലേക്കുള്ള പ്രിപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്നും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. അതിന്റെ ക്ലാസ്സുകളും ഒരു മാസം കൊണ്ട് ധാരാളമാണ്, നമുക്ക് സമയം പഠിക്കാനായിട്ട് തരുന്നതായിരിക്കും. ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ സെക്കൻഡ് ടയറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ EMRSന്റെ തന്നെ അടുത്ത ടേൺ മീൻസ് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് EMRS വിളിച്ചത്. ഇനി മൂന്നാമത് 3.0 എന്ന് പറയുന്ന എക്സാംസ് 2026 അവസാനത്തോടു കൂടി വിളിക്കും. അതിന്റെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏകദേശം 20,000-ന് പുറത്ത് 30,000-ഓളം വേക്കൻസികൾ അവൈലബിൾ ആണ് ഈ ടീച്ചർ ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസി. അപ്പൊ അതിന്റെ എക്സാംസ്, അതിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം 2026 ഡിസംബറോ 2027 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലോ ഉണ്ടാകും. ഉടൻ തന്നെ എക്സാം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള റെഗുലർ ക്ലാസ്സുകൾ, ലോങ് ടൈം ആയിട്ടുള്ള റെഗുലർ ക്ലാസ്സുകൾ നമ്മൾ ഇപ്പൊ ടയർ 1 നടത്തിയതിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒത്തിരി നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് പല സെന്റേഴ്സും, അതായത് ഗവൺമെന്റ് എയ്ഡഡ്, സെൻട്രൽ ഗവൺമെന്റ് എയ്ഡഡ്, സെൻട്രൽ ഗവൺമെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. DM സ്കൂൾസ് ഉണ്ട്, അസിം പ്രൈംജി ഉണ്ട്, അതർ സൈനിക് സ്കൂൾസ് ഉണ്ട്, എയർഫോഴ്സ് സ്കൂൾസ് ഉണ്ട്, അങ്ങനെയുള്ള പോസ്റ്റുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ ഒരുപാട് പോസ്റ്റുകൾ, വളരെയധികം പോസ്റ്റുകൾ ഗവൺമെന്റ് സെക്ടറിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഈ DM സ്കൂളിന്റെയും അസിം പ്രൈംജിയുടെയും ഡാവിന്റെയും ഒക്കെ വേക്കൻസികൾ നോട്ടിഫൈ തരും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെയും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്നതിലെ പുതിയൊരു ന്യൂസ്, നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ മന്ത്രിസഭ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്, അതായത് കേരള PSCയുടെ ഏജ് ജനറൽ കാറ്റഗറിക്ക് 40 ഉയർത്തിയിട്ടുണ്ട്. 36-ൽ നിന്നും 40 ഉയർത്തിയിട്ടുണ്ട്. ആനുപാതികമായിട്ട് OBC, SC/ST കാറ്റഗറിയിലും വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഇത് എന്ന് മുതൽ ബാധകമാണ്, അത് മുൻകാല പ്രാബല്യത്തോടു കൂടി ബാധകമാകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുടൻ തന്നെ വരും. എന്നിരുന്നാലും എനിക്ക് ഏജ് കൂടിപ്പോയി എന്ന് പരീക്ഷ എഴുതാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ടീച്ചിങ് പോസ്റ്റിൽ അടുത്ത LP/UP എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അടുത്ത HSA, HSSC എനിക്ക് എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് ഒരു ഗുഡ് ചാൻസസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ജനറൽ PSCക്ക് 40 വയസ്സാകുമ്പോൾ നമുക്കറിയാം ടീച്ചിങ് പോസ്റ്റുകൾക്ക് ആനുപാതികമായിട്ട് വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. നമുക്കറിയാം 40 വയസ്സ് വരെ ജനറലിന് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കൂട് 43 വയസ്സ് വരെയൊക്കെ ആവും. അതുപോലെ തന്നെ OBCയുടെയും SC/STയുടെയും പ്രായപരിധിയൊക്കെ 45 കടന്നു പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട്
ആ ഒരു ചാൻസസ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്ന് മുതലാണ്, ഏത് എക്സാം മുതലാണ് പ്രാബല്യത്തിൽ വരുന്നുള്ള കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ അപ്ഡേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. അപ്പൊ ഇനി ഈ ചെയ്യാനുള്ളൊരു കാര്യം, EMRS എക്സാം ടയർ 1 പാസ്സായവരെല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഞാൻ പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും, ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെ KVSന്റെ റിസൾട്ട് വരും, ടയർ 1ന്റെ റിസൾട്ട് വരും. അത് കൂടാതെ തന്നെ അടുത്ത നടക്കാൻ പോകുന്ന വലിയൊരു എക്സാം, പിന്നെ EMRSന്റെ എക്സാം നടന്നു, അത് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം. EMRS അല്ല, DSSBയുടെ. ഇനി അത് കൂടാതെ തന്നെ AES, അതായത് ഇപ്പം EMRSന്റെ സെക്കൻഡ് ടയറിന്റെ എക്സാം വന്നു, ഇനി KVSന്റെ ഫസ്റ്റ് ടയറിന്റെ റിസൾട്ട് ഉടനെ വരും, അതിന്റെ സെക്കൻഡ് ടയർ എക്സാം ഉണ്ടാവും. അത് കൂടാതെ ഇനി വിളിക്കാൻ പോകുന്ന മറ്റൊരു വലിയ എക്സാമാണ് AES എന്നത്, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂൾ, AES. വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ചാനലിൽ തന്നെ AESന്റെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ അടുത്ത EMRS, KVS, NVS പിന്നെ AES ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോങ് ടേം ബാച്ച് ഇതേപോലെ തന്നെ നമ്മൾ ടയർ 1 എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് 7736750473 പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് കോളിലൂടെയോ വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ അന്വേഷിക്കാവുന്നതാണ്. ഉടൻ തന്നെ ഈ ക്ലാസ്സുകളെല്ലാം ആരംഭിക്കുന്നതായിരിക്കും. സോറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ EMRS ടയർ 1 പാസ്സായവര് എത്രയും പെട്ടെന്ന് തന്നെ 2ലേക്ക് പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ലാത്തവര് ആരംഭിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.